ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമുക്കെങ്ങനെ വേജറിങ് തീർക്കാം റോയൽ വിന്നിലെ, അതും അധികം ലോസ് ആവാതെ. അപ്പം ഈ ഒരു ട്രിക്ക് വർക്കാവുമെന്ന് പറഞ്ഞാൽ ലാഡർ ഗെയിമിലാണ്. അപ്പോൾ നമ്മൾ ആ ലാഡർ ഗെയിം ഓപ്പൺ ചെയ്യുക. ഇപ്പം എൻ്റെ ബാലൻസ് നിങ്ങൾക്ക് കണ്ടറിയാം, 1093 രൂപയാണ് എൻ്റെ ബാലൻസ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് വേണ്ടത്, നമുക്ക് വർക്കാവാൻ വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഈ BC BD D ഈ 4 ഓപ്ഷൻസ് മതി നമുക്ക്. ഈ ഒരു 4 ഓപ്ഷൻസ് കൊണ്ട് നമ്മൾ ഒരു 75% വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ട്രിക്ക് നമുക്കിപ്പോൾ 422ാമത്തെ പീരീഡിൻ്റെ റിസൾട്ട് വന്നു. 423ാമത്തെ പീരീഡിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഞാൻ BC സെലക്ട് ചെയ്യുകയാണ്. അടുത്ത BC വരുന്നത് എൻ്റെ മനസ്സിൽ തോന്നുകയോ ഒപ്പം D വെക്കുക. ഓക്കെ, അതോടൊപ്പം BD വരുന്നതെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നെങ്കിൽ ഞാൻ അടുത്തത് C വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 75% അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം. ഇത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് അടുത്ത പീരീഡ് ഞാൻ പറയും. 424ാമത്തെ പീരീഡ് തൊട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു പീരീഡിൻ്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ. എന്നിട്ട് നമുക്ക് 424ാമത്തെ പീരീഡിൻ്റെ ഏതാണ്ട് ഇപ്പം റിസൾട്ട് വരും. 423ാമത്തെ, അതിനുശേഷം 424ാമത്തെ റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാനിപ്പം BCയും BDയും സെലക്ട് ചെയ്യുന്ന ആ D അടിച്ച് എനിക്കൊരു വെച്ച എമൗണ്ടിൻ്റെ ഇരട്ടിയോളം കിട്ടിയാണ്. അപ്പോൾ ഈ ട്രിക്ക് വർക്കാവേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ താഴെ വെച്ചേക്കുന്ന ഈ BC BD ഇതിൽ എത്ര എമൗണ്ടാണോ വെക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കണം ഈ Cയിലോ Dയിലോ വെക്കേണ്ടത്. ഇപ്പം നിങ്ങൾ BC ആണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കണം Dയിൽ വെക്കേണ്ടത്. നിങ്ങൾ BC വെക്കുകയാണെങ്കിൽ ഒപ്പം വെക്കേണ്ടത് D ആയിരിക്കണം. അതുപോലെ തന്നെ BD വെക്കുന്നതെങ്കിൽ ഒപ്പം വെക്കേണ്ടത് Cയും. ഈ 4 ഓപ്ഷൻ കൊണ്ട് നിങ്ങൾക്ക് വേജറിങ് വളരെ സിമ്പിളായി തീർക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ 1093 രൂപ ബാലൻസ് ഉണ്ട്. ഞാനൊരു 3 രൂപയിൽ തുടങ്ങുകയാണ്, വെറുതെ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ ഞാൻ 3 എടുത്തിട്ട് അതുകൊണ്ട് BDയും സെലക്ട് ചെയ്തു, Cയും സെലക്ട് ചെയ്ത് ഞാൻ വെച്ചു. ഓക്കെ, അതോടൊപ്പം തന്നെ അതുകൊണ്ട് Cയിൽ മൊത്തത്തിൽ എത്ര രൂപ ഞാൻ വെച്ചെന്ന് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് Cയിൽ 2, 3 വെച്ചു, BDയിൽ 3 വെച്ചു. BDയിൽ ഞാൻ 3 വെച്ചത്. അപ്പം Cയിൽ അതിൻ്റെ ഇരട്ടി 6 വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം BC അടിച്ചു. അപ്പം ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, 2 രൂപ വീതം എനിക്ക് കിട്ടി. ഞാൻ മൊത്തത്തിൽ ചിലവാക്കിയെന്ന് പറഞ്ഞാൽ 9 രൂപയാണ്. പക്ഷേ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ 10 രൂപ എത്രയാണ്, 11 രൂപ 70 പൈസ. 11 രൂപ 11 രൂപ 20 പൈസയല്ല, 11 രൂപ 40 പൈസയാണ് എനിക്ക് വന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1 രൂപ 40 പൈസ ആയിരിക്കും. പക്ഷേ എൻ്റെ വേജറിങ് അവിടെ തീർന്നു കിട്ടി. എൻ്റെ അവിടെ ഒരു 9 രൂപയുടെ വേജറിങ്ങാണ് എനിക്ക് തീർന്നു കിട്ടിയത്. ഇതുപോലെ നിങ്ങൾ ആദ്യമേ 3 നിങ്ങൾ എത്രയാണോ വെക്കുന്നത്, BC BD ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ എത്രയാണോ വെക്കുന്നത് അതിൻ്റെ ഇരട്ടി വേണം ഇപ്പോൾ Cയിലോ Dയിലോ വെക്കാൻ. ഇപ്പോൾ നിങ്ങൾ BCയിൽ ഒരു 6 രൂപ വെച്ച് കഴിഞ്ഞാൽ Dയിൽ 12 രൂപ വെക്കുക. ഇപ്പോൾ ആദ്യത്തെ തവണ വെച്ചിട്ട് അടിച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിർത്താൻ പോരുതാണ്ട് വീണ്ടും ഞാനൊരു BC BD സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിൽ തന്നെ വീണ്ടും വെച്ചു. വീണ്ടും ഒന്ന് വെച്ചു നോക്കി. Cയിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, BDയിൽ 3 വെച്ചു, Cയിൽ 6 രൂപയും വെച്ചു. ഇപ്പോൾ റിസൾട്ട് എന്തോ വരുന്നതെന്ന് നോക്കാം. BD അടിച്ചു. ഓക്കെ, BD അടിച്ചു. BD വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ചതിൻ്റെ 4 ഇരട്ടിയോളമാണ് കിട്ടുന്നത്. അപ്പം 11 രൂപ 70 പൈസയായിട്ട് കിട്ടി. 9 രൂപ ചിലവാക്കിയിട്ട് 11 രൂപ 70 പൈസ, ഏകദേശം 2 രൂപ 70 പൈസയുടെ പ്രോഫിറ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ കളിച്ചാലുള്ള പ്രത്യേകത, നേരത്തെ എനിക്ക് 93 ആയിരുന്നു, 1093 ഇപ്പോൾ 1099 ഓക്കെ, അപ്പം ഇപ്പോൾ എനിക്ക് 6 രൂപയുടെ പ്രോഫിറ്റ്, വെറും 2 മിനിറ്റ് തന്നെ 6 രൂപയുടെ പ്രോഫിറ്റും കിട്ടി. പകരം എൻ്റെ 18 രൂപയുടെ വേജറിങ്ങാണ് തീർന്നിട്ട്. 2 തവണ 9 വീതം വെച്ചു. ഓക്കെ, BDയിൽ 3 വെച്ചു. അങ്ങനെ ഈ ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒന്നേ നിങ്ങൾ BD സെലക്ട് ചെയ്യുകയാണെങ്കിൽ C ഒപ്പം വെക്കുക. ഓക്കെ, BDയിൽ വെച്ച് എത്രയാണോ അതിൻ്റെ ഇരട്ടി വേണം Cയിൽ വെക്കാൻ. അതുപോലെ BCയിൽ വെച്ചത് എത്രയാണോ അതിൻ്റെ ഇരട്ടി എമൗണ്ട് വേണം Dയിൽ ചേർത്ത് വെക്കാൻ. ഓക്കെ, നിങ്ങൾ ഒരേ സമയം ബെറ്റ് ചെയ്യുക, ഒരേ ഇപ്പം അടുത്ത 426ാമത്തെ BD ഞാൻ വീണ്ടും Bയും Cയോടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് BDയിൽ 3 വെക്കുക, Cയിൽ 6 വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അടിക്കാതിരിക്കണമെങ്കിൽ AC അല്ല AD വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടിക്കാതിരിക്കൂ. ഓക്കെ, AD വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 25% മാത്രമാണ്. അപ്പം നിങ്ങളിപ്പോൾ ഈ 2 സെലക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 75% വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്കാണ്. അതേപോലെ തന്നെ BCയും BDയും സെലക്ട് ചെയ്താലും നിങ്ങൾക്കൊരു 75% ട്രിക്ക് വർക്ക് ആവുന്നുണ്ട്. കാര്യം BCയും BDയും സെലക്ട് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് AC വന്നാൽ മാത്രമേ നഷ്ടം വരൂ. ഓക്കെ, അപ്പം AC വരാനുള്ള ഈ താഴത്തെ ഈ AC എന്താണ്, ഒരു മിനിറ്റ്. ഓക്കെ, ഈ AC AD BC BD ഈ 4 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും, ഈ 4 റിസൾട്ടിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരാൻ ചാൻസ്. ഓക്കെ, അപ്പം ഇതിൽ ഓരോന്നും വരാനുള്ള ചാൻസ് പറഞ്ഞാൽ 25%.
4 വരാൻ 100% 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 25% ഓരോന്നും വരാൻ ചാൻസ്. അപ്പോൾ AC വരാൻ ചാൻസ് 25%, AD വരാൻ ചാൻസ് 25%, BC വരാൻ 25% ചാൻസ്, BD വരാനും 25% ചാൻസ്. അപ്പം നിങ്ങളിപ്പം BDയും CU ആണ് സെലക്ട് ചെയ്തതെങ്കിൽ BD വന്നാൽ നിങ്ങൾ വെച്ചതിൻ്റെ 4 ഇരട്ടിയോളം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു 3 വെച്ചാൽ 12 രൂപയായിട്ട് കിട്ടും. അതല്ല നിങ്ങൾ C ആണ് വന്നതെങ്കിൽ നിങ്ങൾ വെച്ചതിൻ്റെ ഇരട്ടിയോളം, അപ്പം നിങ്ങൾ ഈ BDയിൽ വെച്ചതിൻ്റെ ഇരട്ടി എമൗണ്ട് വെച്ചാൽ നിങ്ങളുടെ അവിടെ വേജറിങ്ങിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BDയിൽ നിങ്ങൾ BD BC ഈ 2 എണ്ണത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ഈ 2 എണ്ണത്തിലെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ BD ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി എമൗണ്ട് വേണം Cയിൽ വെക്കാൻ ബെറ്റ് ചെയ്യുമ്പോൾ, അതും ഒരേ പീരീഡിൽ തന്നെ വെക്കണം. അതുപോലെ BC സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി എമൗണ്ട് വേണം Dയിൽ ചേർത്ത് വെക്കാൻ. ഓക്കെ, രണ്ടോടെ ഒരുമിച്ച് വെച്ചാൽ കഴിഞ്ഞാലും ഇല്ലീഗൽ ബെറ്റിംഗ് ആവത്തില്ല. അതൊരിക്കലും ഇല്ലീഗൽ ബെറ്റിംഗ് അല്ല. ഒരുപാട് പേര് കളിച്ച് വിഡ്രോവൽ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇല്ലീഗൽ ബെറ്റിംഗ് അല്ല. ഓക്കെ, അപ്പം ഈ ഒരു ട്രിക്ക് വർക്കാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ BCയും Dയും സെലക്ട് ചെയ്ത് നോക്കുന്നുണ്ട്, BCയും BDയും സെലക്ട് ചെയ്തു. അപ്പം BC വന്നതെങ്കിൽ നിങ്ങൾ വെച്ചതിൻ്റെ 4 ഇരട്ടിയോളം കിട്ടും. ഓക്കെ, അല്ലാതെ D വരുന്നതെങ്കിൽ എന്തുവാണ്, ADയും ഉണ്ട് BDയും ഉണ്ട്. ഇതിൽ രണ്ടും Dയിലാണ് അവസാനിക്കുന്നത്. അപ്പം ഇതിൽ ഏത് വന്നാലും നിങ്ങൾക്ക് വെച്ചതിൻ്റെ ഇരട്ടിയോളം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലോസ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം പിന്നെ AC വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് താണ്ട്, ഇപ്പം ഞാൻ BCയും Dയും വെച്ചിരുന്നെങ്കിൽ എനിക്ക് താണ്ട് വീണ്ടും ഈ റിസൾട്ട് BC ആണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് വെച്ചതിൻ്റെ 4 ഇരട്ടിയോളം കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രിക്ക് കൊണ്ട് നിങ്ങൾക്ക് ഒരു 75% വർക്കിംഗ് ആയ ട്രിക്കാണിത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് വേജറിങ് വളരെ സിമ്പിളായി തീർക്കാം. ഇപ്പോൾ ഒരു 10,000 രൂപ ഒരാൾ 10 രൂപയിൽ തുടങ്ങിയാൽ മതി. 10 രൂപയിൽ തുടങ്ങി ആദ്യത്തെ തവണ ലോസായെന്ന് പറഞ്ഞ് നിർത്തരുത്. കാര്യം ഇത് മാക്സിമം ലോസ് ആവുന്നത് നിങ്ങൾ ഇച്ചിരി ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അവസാനം BC വന്നു, അതുകൊണ്ട് വീണ്ടും ഞാൻ BC തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. ഇപ്പം കാരണം BCയുടെ ട്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. BCയുടെയും ഇപ്പം AD ആയാലും AC ആയാലും ഇതിൻ്റെയൊക്കെ ട്രെയിനുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം വന്നത് ഏതാണോ അതായിരിക്കും ഈ സ്റ്റാർട്ട് എക്സാൻഡായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം BC വന്നു, BCയോ BDയോ വന്നു കഴിഞ്ഞാൽ ഞാനിതിലെ അത് ഏതാണോ വന്നത് അതായിരിക്കും ഈ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ BC അവസാനം വന്നുകൊണ്ട് അടുത്തത് BCക്കും Dക്കും ആയിരിക്കും വെക്കുക. അതേപോലെ BD വന്നിരുന്നെങ്കിൽ ഞാൻ ഇത് BDക്കും ഇതുമായിരിക്കും വെക്കുക. ഓക്കെ, അങ്ങനെ വെച്ച് നിങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു തവണ ലോസ് ആയാലും, ഇപ്പോൾ ഞാൻ BCയും BDയും വെച്ചിട്ട് AC വന്ന് ലോസായി നിൽക്കുക, അടുത്ത തവണ വീണ്ടും AC വന്നാൽ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ലോസ് ആവാൻ ചാൻസ് ഇല്ല. കാര്യം ഇത് ലോസ് ആവാത്തില്ല എന്നിത്ര ഉറപ്പിച്ച് പറയാനും കാര്യം, റോയൽ വിന്നി വേറെ നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വെക്കുന്നതനുസരിച്ചായിരിക്കും ഇവരുടെ റിസൾട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോസ് ആവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ചെറിയ എമൗണ്ടിൽ തുടങ്ങുക. 10,000 രൂപ ഇട്ടാൽ പോലും നിങ്ങൾ 10, ഇപ്പോൾ BC സെലക്ട് ചെയ്യുന്നെങ്കിൽ BCയിൽ 10ഉം Dയിൽ 20ഉം വെക്കുക. അങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉച്ചയാവുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വേജറിങ് തീർക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുക. അതായത് കുറച്ച് 4-5 പീരീഡ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ നിർത്തുക, സ്കിപ്പ് ചെയ്യുക. കുറച്ച് 2-3 പീരീഡ് സ്കിപ്പ് ചെയ്ത ശേഷം വീണ്ടും കളിക്കുക. അങ്ങനെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റും ഏൺ ചെയ്യുമ്പോൾ ചിലപ്പം ഒരു വിഡ്രോ അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു 3,000-4,000 രൂപ പ്രോഫിറ്റും കിട്ടും. വേജറിങ് തീർത്തും കയ്യിൽ എമൗണ്ട് ഒന്നും പോവാതെ വേജറിങ് തീർന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്ത ട്രിക്കാണ്. ഒരു യൂട്യൂബർ ഫ്രണ്ട് പറഞ്ഞു. അപ്പം ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഷെയർ ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ ഒരു 10K ഇട്ട ശേഷം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കി. പുള്ളിക്കാരൻ 9:30 കളിക്കാൻ തുടങ്ങിയതാണ്. പുള്ളിക്കാരൻ 9:30 കളിക്കാൻ തുടങ്ങിയിട്ട് 11:30 ആയപ്പോൾ പുള്ളിക്കാരൻ 10,000 രൂപ വേജറിങ് തീർത്ത് 15,000 രൂപയായിട്ട് വിഡ്രോ അടിച്ചു. പക്ഷേ പുള്ളിക്കാരൻ ഇച്ചിരി റിസ്ക് എടുത്താണ് കളിച്ചത്. പക്ഷേ നിങ്ങൾ റിസ്ക് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം ഇത് ഇച്ചിരി ചെറിയ എമൗണ്ട് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ സേഫായിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു അടുപ്പിച്ച് നിങ്ങൾ 3 തവണ കളിച്ചിട്ട് നിങ്ങൾ ലോസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും കളിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലിക്കാവും. അടുപ്പിച്ച് 3 തവണ വരെ മാക്സിമം പോകാം. 3 തവണയ്ക്കുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അപ്പോഴേ നിർത്തുക. പിന്നെ വീണ്ടും കുറച്ച് ടൈം കഴിഞ്ഞ് സ്കിപ്പ് ചെയ്യുക. ചില ടൈമിൽ ട്രെൻഡ് അൺസ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ ട്രിക്ക് വർക്ക് ആവത്തില്ലെന്നല്ല, നമ്മളത് ഇച്ചിരി ബുദ്ധിയോടെ ഉപയോഗിക്കുക. ബുദ്ധിയും കോമൺ സെൻസോടെ ഉപയോഗിച്ച് ഈ ട്രിക്ക് വർക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാൻ അവസാനം ഞാൻ പറഞ്ഞില്ലേ BCയുടെ ട്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. BC ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 16 തവണയൊക്കെ വന്നിട്ടുണ്ട് പലപ്പോഴും. അപ്പം BC തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പം BC അല്പം Dയോടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC വന്നാൽ മാത്രമേ പണി കിട്ടൂ. ഓക്കെ, അതുപോലെ തന്നെ ഏതാണ് അവസാനം വന്നത്, AC വന്നെങ്കിൽ AC വന്നെങ്കിൽ Cയും BDയും സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ കളിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പം മറ്റൊരു വീഡിയോയിൽ ഞാൻ വേറൊരു ട്രിക്കായിട്ട് വരുന്നതായിരിക്കും. കുറച്ച് റോയൽ വിന്നിൻ്റെ കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ എനിക്ക് കിട്ടി. അപ്പം കുറച്ച് ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് തന്നു. കുറച്ച് ഞാൻ ഇത് കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് ട്രിക്സും ഉണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രണ്ട്സുകൾ ഷെയർ ആയി തന്നു. അപ്പം ആ ട്രിക്കുകളൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പം ദയവ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് റോയൽ വിന്നിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റോയൽ വിന്നിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ റോയൽ വിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ.